നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ശരിക്കും എല്ലാ സ്ത്രീകളും, അതായത് പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഓവറിൻ ക്യാൻസർ അഥവാ അണ്ഡാശയ ക്യാൻസറിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും ചിന്തിക്കും, എന്തിനാണ് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളും ഇത് കേൾക്കുന്നത് എന്നുള്ളത്. അണ്ഡാശയ ക്യാൻസറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ പ്രത്യുത്പാദന അവയവങ്ങൾ അഥവാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അതിലുണ്ടാകുന്ന ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് ഉണ്ടാക്കുന്ന ക്യാൻസറാണ് ഓവറിൻ ക്യാൻസർ അഥവാ അണ്ഡാശയ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ബേസിക് ആയിട്ട് നിങ്ങൾ എന്താണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അഥവാ പ്രത്യുത്പാദന അവയവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. ഒരു യൂട്രസ് ഉണ്ട്, രണ്ട് സൈഡിലായി രണ്ട് ട്യൂബ് അഥവാ ഫെലോപ്പിൻ ട്യൂബ് അഥവാ അണ്ഡവാഹിനി കുഴലുകളുണ്ട്, രണ്ട് അണ്ഡങ്ങളുണ്ട്. അപ്പൊ ഈ അണ്ഡത്തിൽ വരുന്ന ക്യാൻസർ ആണ് ഓവറിൻ ക്യാൻസർ അഥവാ അണ്ഡാശയ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഓവറിൻ ക്യാൻസറിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇതിന് പ്രത്യേകിച്ച് ഒരു ഏജ് ഗ്രൂപ്പ് ഇല്ല. കാരണം ഒരു 20 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിക്കും അണ്ഡാശയ ക്യാൻസർ ഉണ്ടാകാം, 50 വയസ്സിന് മേലെയുള്ള ഒരു മെൻസസ് നിന്ന് ഒരു സ്ത്രീക്കും അണ്ഡാശയ ക്യാൻസർ ഉണ്ടാകാം. അപ്പോ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകളെയും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളെയും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓവറിൻ ക്യാൻസർ അഥവാ അണ്ഡാശയ ക്യാൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അതായത് അണ്ഡാശയ ക്യാൻസർ വന്നു എന്ന് നമുക്ക് സ്വയം കണ്ടുപിടിക്കാനായി പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അണ്ഡാശയ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. സ്റ്റേജ് 3, സ്റ്റേജ് 4 അതായത് ലേറ്റ് സ്റ്റേജുകളിലാണ് അണ്ഡാശയ ക്യാൻസർ കൂടുതലായി ഡയഗ്നോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന മരണനിരക്ക് അണ്ഡാശയ ക്യാൻസർ കാരണം കൂടുതലായി വരുന്നത്. ഇപ്പൊ നമ്മളൊരു മെൻസസ് നിന്ന സ്ത്രീയിൽ എടുക്കുകയാണെങ്കിൽ അണ്ഡത്തിൽ ഒരു ട്യൂമർ അഥവാ ഒരു ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു വളർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 30% വരെ ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മെൻസസ് നിൽക്കുന്നതിന് മുന്നേ ഉള്ള സ്ത്രീകളാണെങ്കിലോ അവർക്ക് 7% വരെ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ശരിക്കും ട്രീറ്റ്മെന്റ്, ഇപ്പൊ എന്തുകൊണ്ട് ലക്ഷണങ്ങളുടെ കാര്യം കൂടുതലായിട്ട് പറയണം എന്നുള്ളതാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ, അതായത് ഈ അണ്ഡാശയത്തിൽ ഒരു മുഴ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, അതല്ലാണ്ട് വേറെ കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് എന്തിന് എഗൻസ്റ്റ് ആണ്? യൂട്രസിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന, ലൈനിങ്ങിൽ ഉണ്ടാകുന്ന ക്യാൻസർ അഥവാ എൻഡോമെട്രിയൽ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അതിന് ലക്ഷണങ്ങളുണ്ട്. അതായത് ബ്ലീഡിംഗ് ആയിട്ട്, അമിതമായ ബ്ലീഡിംഗ്, അല്ലെങ്കിൽ മെൻസസിന് ഇടയ്ക്കുണ്ടാകുന്ന ബ്ലീഡിംഗ്, അല്ലെങ്കിൽ മെൻസസ് നിന്ന് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആയിട്ടാണ് സാധാരണ എൻഡോമെട്രിയൽ ക്യാൻസർ പ്രത്യേകിച്ചായിട്ട് കാണിക്കുക. അപ്പൊ ഈ ഓവറിൻ ക്യാൻസറിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ലക്ഷണമില്ല. എന്നാൽ നമുക്ക് നേരത്തെ എന്തെങ്കിലും മാർഗം വഴി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിന് പ്രത്യേകിച്ച് സ്ക്രീനിങ് ടെസ്റ്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്തുകൊണ്ട് സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ച് പറയണം? കാരണം ഗർഭാശയത്തിന്റെ താഴ്ഭാഗത്തുള്ള സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗള ക്യാൻസർ ആണെങ്കിൽ അതിന് നമുക്ക് പാപ്സ്മിയർ എന്ന് പറയുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അവൈലബിൾ ആണ്. പക്ഷെ അങ്ങനെ ഒരു ടെസ്റ്റുകളും നമുക്ക് ഓവറിൻ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒരു ക്യാൻസർ വന്നാൽ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് എത്രത്തോളം പോസിറ്റീവായിട്ട് നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാൻ പറ്റും എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് സർവൈവൽ റേറ്റ് എന്ന് പറയും. ഇപ്പൊ ഒരു സ്റ്റേജ് 1 നമ്മൾ ഓവറിൻ ക്യാൻസർ കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ പേഷ്യന്റ് 90% നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ അതൊരു സ്റ്റേജ് 3 ആയി മാറിയാലോ അല്ലെങ്കിൽ സ്റ്റേജ് 4 ആയി മാറിയാലോ 10% താഴെയുള്ള സ്ത്രീകൾക്ക് മാത്രമേ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ. നമ്മൾ അറിയേണ്ടത് എന്തെല്ലാം ടൈപ്പ് ക്യാൻസറുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് അണ്ഡാശയത്തിൽ എന്തൊക്കെ ടൈപ്പ് ക്യാൻസർ വരാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസർ എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ഓവറിയൻ ക്യാൻസർ ആണ്. അതായത് 50 വയസ്സിന് മേലെയുള്ള സ്ത്രീകളിലാണ് സാധാരണ ഈ ടൈപ്പ് ക്യാൻസർ കാണുക. ഇതാണ് കൂടുതലായിട്ടും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുകയും ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന ക്യാൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? കാരണം ഇത് അണ്ഡാശയത്തിന്റെ പുറമേ ഉള്ള കോശങ്ങളിൽ നിന്നും വരുന്നതായതുകൊണ്ട് പുറത്തോട്ടുണ്ടാകുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും, വളരെ കൂടുതലുമായിരിക്കും. അതാണ് എപ്പിത്തീലിയൽ ഓവറിയൻ ക്യാൻസറിന്റെ പ്രത്യേകത. രണ്ടാമത്തെ ടൈപ്പ് ക്യാൻസർ എന്ന് പറയുന്നത് ജേം സെൽ ട്യൂമേഴ്സ്, അതായത് 20 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾ. പക്ഷെ ഇത് കുറച്ചുകൂടെ പോസിറ്റീവ്, അതായത് ഇതിന്റെ വളർച്ച കുറച്ചുകൂടെ സ്ലോ ആയിരിക്കും. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു ലൈഫും ഒരു കുഞ്ഞും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ക്യാൻസർ ആണ് ജേം സെൽ ട്യൂമേഴ്സ്. പക്ഷേ കറക്റ്റ് സമയത്ത് ഡയഗ്നോസ് ചെയ്യണം, കറക്റ്റ് സമയത്ത് ട്രീറ്റ് ചെയ്യണം പ്രോപ്പറായി.
പിന്നെ ഉണ്ടാകുന്ന ട്യൂമേഴ്സ് എന്ന് പറയുന്നത് സെക്സ് കോഡ് സ്ട്രോമൽ ട്യൂമേഴ്സ് എന്ന് പറയും. വളരെ റെയർ ആയിട്ടുള്ള ട്യൂമേഴ്സ് ആണ്. ഇതല്ലാതെ 30 വയസ്സിനും 50 വയസ്സിനും അല്ലെങ്കിൽ 40 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ട്യൂമറാണ് അല്ലെങ്കിൽ ഒരു ക്യാൻസർ ആണ് ബോർഡർ ലൈൻ ഓവറിയൻ ട്യൂമേഴ്സ്. അതായത് ഇത് ക്യാൻസറസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ അത് ടോട്ടലി ക്യാൻസർ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് അത് ക്രൈറ്റീരിയയിലേക്ക് ഫിക്സ് ആയിട്ടില്ല. അപ്പൊ എന്താ സംഭവിക്കുക, ഇതിന് വളർച്ച കുറച്ച് കുറവായിരിക്കും. അതായത് അത് അത്ര പെട്ടെന്ന് വളർന്ന് എല്ലാ സ്ഥലത്തോട്ടും സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരിക്കില്ല. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർജറി വേണ്ടി വരാം. ചിലപ്പോ വീണ്ടും അത് ആവർത്തിച്ച് വന്നു എന്നിരിക്കാം. അപ്പൊ അതിനും കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും, എല്ലാവർക്കും എല്ലാത്തിന്റെയും കാരണമാണ് അറിയേണ്ടത്, എന്തുകൊണ്ട് ഓവറിയൻ ക്യാൻസർ ഉണ്ടാകുന്നു. മെയിൻ കാരണം എന്ന് പറയുന്നത് ഓവുലേഷൻ അഥവാ മാസാമാസം നമുക്കുണ്ടാകുന്ന അണ്ടം പൊട്ടലാണ്. ഓരോ മാസവും ഓരോ സ്ത്രീക്ക് അണ്ടം പൊട്ടുന്നു. അത് കഴിഞ്ഞ് 14 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് പീരീഡ്സ് ഉണ്ടാകുക. ഇത് നോർമലായിട്ട് നടക്കുന്ന സാധനം. അപ്പൊ എന്ത് സംഭവിക്കും, ഈ അണ്ടാശയത്തിന്റെ പുറത്ത് ഓരോ പൊട്ടലുകൾ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് അണ്ടം പൊട്ടി പുറത്തേക്ക് പോയതിനു ശേഷം അത് റിപ്പയർ ചെയ്യപ്പെടുന്നു. ഈ പൊട്ടലും റിപ്പയറും ഒരുപാട് പ്രാവശ്യമാകുമ്പോൾ അവിടെയുള്ള കോശങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. അവിടെ നിന്നാണ് ക്യാൻസറുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് എങ്ങനെയുള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യത? ഞാൻ പറഞ്ഞു, അണ്ടാശയം പൊട്ടുന്നതും അത് റിപ്പയർ ആവുന്നതുമാണ് മെയിൻ കാരണം. അപ്പോ പ്രസവിച്ചിട്ടില്ലാത്ത സ്ത്രീകൾ, അപ്പൊ പ്രഗ്നൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഓവുലേഷൻ അണ്ടാശയം പൊട്ടുന്നത് നടക്കില്ല. ആ സമയത്ത് ഓവറിക്ക് ഒരു റെസ്റ്റ് കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും നോർമലി കുറച്ച് കഴിയുമ്പോഴത്തേക്കിനായിരിക്കും ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോ പ്രസവിച്ചിട്ടില്ലാത്ത സ്ത്രീകൾ, അതുപോലെ നേരത്തെ മെൻസസ് ആയ പെൺകുട്ടികൾ, കുറച്ച് കൂടുതൽ നേരത്തെ 9 വയസ്സ് 10 വയസ്സിലൊക്കെ മെൻസസ് ആവുന്ന പെൺകുട്ടികൾ. 3 ലേറ്റ് ആയിട്ട് മെൻസസ് നിൽക്കുന്ന സ്ത്രീകൾ, 55 വയസ്സിന് ശേഷമാണ് മെൻസസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അണ്ടാശയത്തിൽ പൊട്ടലുകൾ ഉണ്ടാകാനും റിപ്പയർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വണ്ണം കൂടിയ സ്ത്രീകൾക്കും അണ്ടാശയ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇതിനു പുറമെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, അതായത് വന്ധ്യത ചികിത്സ എടുക്കുന്ന സ്ത്രീകൾക്ക് ഓവറിയൻ ക്യാൻസർ കൂടുതലായിട്ട് വരാം. എന്തുകൊണ്ട്? ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ അണ്ടങ്ങൾ പൊട്ടാനായിട്ട് നമ്മൾ ഗുളിക കൊടുക്കുന്നു അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് വെക്കുന്നു. അത് കാരണം പൊട്ടലുകളും റിപ്പയറുകളും കൂടും. പിന്നെ പറയുന്നത് ഫാമിലി ഹിസ്റ്ററിയാണ്. പക്ഷെ ഒരു 5 മുതൽ 10% വരെ പേർക്ക് മാത്രമേ നമ്മൾ ഫാമിലി ഹിസ്റ്ററി, അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും അണ്ടാശയ ക്യാൻസറോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ വൻകുടലിലെ ക്യാൻസറോ ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, അതായത് അണ്ടാശയ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ്. ശരിക്കും ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് അണ്ടാശയ ക്യാൻസറിന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലക്ഷണങ്ങൾ ഇല്ല. ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല. ആക്സിഡന്റൽ ആയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു സ്കാൻ ചെയ്യാൻ പോകുമ്പോഴായിരിക്കാം അണ്ടാശയത്തിൽ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ട്യൂമറായിട്ട് കാണുക. പിന്നെ കുറച്ചു പേർക്ക് ചില സിംറ്റംസ്, അത് നമ്മൾ ക്യാൻസർ ആയിട്ട് വരുന്ന ആളുടെ അടുത്ത് പിന്നോട്ട് ചോദിച്ചു നോക്കുമ്പോൾ അവർക്ക് ആ സിംറ്റംസ് ഉണ്ടായിരുന്നു എന്ന് പറയാം. അതായത് ബ്ലോട്ടിംഗ് സെൻസേഷൻ, വയർ എപ്പോഴും ഒരു സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. 2, പെട്ടെന്ന് വയറ് നിറയുന്ന ഒരു ഫീലിംഗ്. കുറച്ച് ആഹാരം കഴിച്ചാൽ മതി, പക്ഷെ പെട്ടെന്ന് വയറ് നിറയുന്നു. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദഹനമില്ലായ്മ, പ്രോപ്പറായിട്ട് ദഹനമില്ലായ്മ. അപ്പൊ ഈ 3 സിംറ്റംസും സാധാരണ എല്ലാ സ്ത്രീകളിലും, പ്രത്യേകിച്ച് മെൻസസ് നിന്ന് കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ ഉണ്ടാകാവുന്നതാണ്. പക്ഷെ ഇത് 2 ആഴ്ചയിൽ കൂടുതലായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം, ഒരു സ്കാൻ ചെയ്യണം. ഇതിന് കാരണം പറയാനുണ്ട്. ഈ 3 സിംറ്റംസുമായിട്ട് ഒരിക്കലും, ഈ 3 ലക്ഷണങ്ങൾ കാരണം നിങ്ങൾ ഒരിക്കലും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകില്ല. എപ്പോഴും പോകുന്നത് ഒരു കുടലിന്റെ ഡോക്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഫിസിഷ്യന്റെ അടുത്തായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവര് കുറച്ച് ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെഡിസിൻസ് തരും. തൽക്കാലത്തേക്ക് കുറഞ്ഞു എന്ന് വരും. അത് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും അത് മൈൻഡ് ചെയ്യാണ്ടാവും. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, ഒരു സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന സിംറ്റംസ് എല്ലാം ഇത് ഫുൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് വയറിനുള്ളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന സിംറ്റംസ് ആണ്. അതായത് ഉള്ളിൽ എല്ലായിടത്തും സ്പ്രെഡ് ആയി കഴിയുമ്പോൾ ഉള്ളിൽ വെള്ളക്കെട്ട് വരും. അപ്പൊ വയറ് വീർത്ത് വരും, വയറിൽ ഒരു മുഴയുള്ളതുപോലെ ഫീൽ ചെയ്യാം. പിന്നെ ആഹാരം വേണ്ടായിക, അതുപോലെ തന്നെ മെലിച്ചില്, ശരീരം മെലിച്ചില്. അതിന് പുറമെ മൂത്രസഞ്ചിയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂത്രം പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പോകണം എന്നൊരു ഫീലിംഗ്, വയറ്റിൽ നിന്ന് പോകുന്നില്ല, മോഷൻ പോകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ എന്താണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാല്, ശരിക്കും നേരത്തെ ഡയഗ്നോസ് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക.
പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ അവൈലബിൾ അല്ല. ഇന്ന് ഞാനൊരു സ്കാൻ ചെയ്തു, നിങ്ങൾക്ക് അണ്ടാശയങ്ങൾ നോർമൽ ആണ്. 3 മാസം കഴിഞ്ഞ് നിങ്ങൾ ഒരു സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അണ്ടാശയ ക്യാൻസർ ഉണ്ടാകില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും പെട്ടെന്ന് വലിപ്പം വെക്കുകയും അത്രയും പെട്ടെന്ന് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന ക്യാൻസറുകളാണ് അണ്ടാശയ ക്യാൻസറുകൾ. അത് തന്നെയാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാം, അതുപോലെ തന്നെ CT സ്കാൻ ചെയ്യാം, പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യാം. ഇതുവഴിയാണ് നമ്മൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുക. അപ്പൊ ഇനി ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളതാണ്. ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർജറി, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർജറി, വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം കീമോതെറാപ്പി. ഇതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സർജറിയുടെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ സ്റ്റേജ് 3 സ്റ്റേജ് 4 എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സർജറി, അതായത് ഓരോ ചെറിയ സ്പ്രെഡ് പോലും എടുത്തു മാറ്റി കളയുന്ന രീതിയിലുള്ള കുറച്ച് വലിയ സർജറിയാണ് ചെയ്യേണ്ടത്. അത് യൂഷ്വലായിട്ട് ചെയ്യുക ഈ ക്യാൻസർ സർജൻസ് ആണ്, അതായത് ഓങ്കോ സർജൻസ് ആണ് കൂടുതലായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കീമോതെറാപ്പി ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ട്യൂമർ ഭയങ്കര വലുതാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്പ്രെഡ് കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യം കീമോതെറാപ്പി തന്ന് അതിന്റെ സൈസ് ചുരുക്കിയതിന് ശേഷം സർജറി ചെയ്യും. അതിനുശേഷം വീണ്ടും കീമോതെറാപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ജേം സെൽ ട്യൂമേഴ്സ് അഥവാ 20 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വരുന്ന ട്യൂമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓവറിയിൽ മാത്രമാണ് ലിമിറ്റ് ചെയ്ത് ട്യൂമർ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ അണ്ടാശയം മാത്രം എടുത്ത് മാറ്റിക്കളയുകയും അത് കഴിഞ്ഞ് കീമോ തന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ആയി. അത് കഴിഞ്ഞാൽ അവർക്ക് മാരേജ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് കുട്ടികളും ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ കുട്ടികൾ പോസിറ്റീവായിട്ട് തന്നെ അവരുടെ ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പൊ പലരും ചോദിക്കും, ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? നോർമൽ ജനറൽ പോപ്പുലേഷൻ, അതായത് സാധാരണ ആൾക്കാർക്ക് ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നുമില്ല. ഇനി പ്രൊട്ടക്റ്റീവ് ആയിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അത് ഞാൻ പറയാം. ഒന്ന്, പ്രഗ്നൻസി ആവുമ്പോൾ അണ്ടം പൊട്ടാതിരിക്കുകയും അത് കാരണം കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. 2, പാല് കൊടുക്കുന്ന വഴി, കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ കുറച്ച് നാൾ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പൊട്ടായിക, ഓവുലേഷൻ നടക്കായിക വരും. അത് കാരണം കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും. 3ാമത്തെ ഫാക്ടർ കാര്യം എന്ന് പറയുന്നത് ഗർഭനിരോധന ഗുളികകളാണ്. ഗർഭനിരോധന ഗുളികകൾ ഏകദേശം ഒരു 5 മുതൽ 10 വർഷം വരെ എടുത്താൽ 50% വരെ നമുക്ക് ഓവറിൻ ക്യാൻസറിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇനി ഇത് എങ്ങനെ തടയാൻ കഴിയുന്നത് ആർക്കാണ്? ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കാണ്. ഫാമിലി ഹിസ്റ്ററി അണ്ടാശയം ക്യാൻസറോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ വൻകുടലിലുള്ള ക്യാൻസറോ ഉള്ള ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നമുക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് അവർക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിച്ച്, അങ്ങനെ ഉള്ളവരാണെങ്കിൽ യങ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ അവർക്ക് നമുക്ക് ഗർഭനിരോധന ഗുളികകൾ കൊടുക്കാം. അതുപോലെ തന്നെ 6 മാസത്തിലൊരിക്കൽ അവർക്ക് ബ്ലഡ് ടെസ്റ്റും ചെയ്യണം, സ്കാനും ചെയ്യണം. വൺസ് അവർ ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഓവറി രണ്ടും എടുത്തു മാറ്റുക എന്നുള്ളതാണ് പ്രിവെൻഷന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ ഇത്രയും സംസാരിച്ചതിലൂടെ അണ്ടാശയ ക്യാൻസറിന്റെ എത്രത്തോളം മരണ റേറ്റ് ഉണ്ടാക്കുമെന്നും അതെന്തുകൊണ്ട് ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുമെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് അത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സിംറ്റംസ്, സ്പെസിഫിക് അല്ലാത്ത കുറച്ച് സിംറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നന്ദി, നമസ്കാരം.